ഇയാൾ പറയുന്ന അതേ കാര്യം തന്നെയാണ് ജഡ്ജ്മെൻറ്റിലുള്ളത്. ഏതൊക്കെ പ്രതികൾ വിട്ടയക്കപ്പെടുമെന്ന് ഇയാൾ 2-ാം തീയതി തന്നെ പ്രവചിക്കുന്നു. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? നമുക്ക് ഈ കേസിനെ കീനായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് പോലും, ഈവൻ ജേർണലിസ്റ്റുകൾക്ക് പോലും ഏതൊക്കെ പ്രതികൾ വിട്ടയക്കപ്പെടുമെന്ന് പറയാൻ കഴിയില്ലായിരുന്നു. ഒരുപക്ഷെ ദിലീപിനെ അക്വിറ്റ് ചെയ്തേക്കാം എന്നല്ലാതെ ഏതൊക്കെ പ്രതികൾ കൃത്യമായി വിട്ടയക്കപ്പെടുമെന്ന് ആർക്ക് പറയാൻ പറ്റും? ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കത്ത് പുറത്തു വന്നു. ഈ കത്ത് ഡിസംബർ 2-ാം തീയതി കിട്ടിയതാണെന്ന് വക്കീൽമാർ അസോസിയേഷൻ പറയുന്നു. അവരത് ജഡ്ജി കൈമാറിയിരിക്കുന്നു. ഈ 2-ാം തീയതി കിട്ടിയിട്ട് ഇവരെന്താ കൊടുക്കായിരുന്നു? 2-ാം തീയതി തന്നെ കൊടുക്കണമല്ലോ. ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതൊരു വലിയ ഒരു പക്ഷേ അവർ വിചാരിച്ചിട്ടുണ്ട് ഏതോ അജ്ഞാതൻ എന്തോ എഴുതിയതായിരിക്കുന്നു. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് കൊടുക്കാൻ തയ്യാറായത് ഇയാൾ പറയുന്ന അതേ കാര്യം തന്നെയാണ് ജഡ്ജ്മെൻറ്റിലുള്ളത്. ഏതൊക്കെ പ്രതികൾ വിട്ടയക്കപ്പെടുമെന്ന് ഇയാൾ 2-ാം തീയതി തന്നെ പ്രവചിക്കുന്നു. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? നമുക്ക് ഈ കേസിനെ കീനായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് പോലും, ഈവൻ ജേർണലിസ്റ്റുകൾക്ക് പോലും ഏതൊക്കെ പ്രതികൾ വിട്ടയക്കപ്പെടുമെന്ന് പറയാൻ കഴിയില്ലായിരുന്നു. ഒരുപക്ഷെ ദിലീപിനെ അക്വിറ്റ് ചെയ്തേക്കാം എന്നല്ലാതെ ഏതൊക്കെ പ്രതികൾ കൃത്യമായി വിട്ടയക്കപ്പെടുമെന്ന് ആർക്ക് പറയാൻ പറ്റും? അങ്ങനെ ഒരു ഊഹം പോലും ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അതിൽ ഇവിടുന്ന് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. 8-ാം പ്രതിയുടെ സുഹൃത്തായ ശരത്തിനോട് ഇത് വായിച്ച് കേൾപ്പിച്ചു വന്നു. ഈ ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കിയത് ജഡ്ജിയല്ല മറ്റൊരാളാണെന്നൊക്കെ പറയുന്നത് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. അത് ഹൈക്കോടതി അന്വേഷിച്ചേ മതിയാവും. പക്ഷെ അത് ഹൈക്കോടതി അന്വേഷിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കതങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇതേ ജഡ്ജിക്കെതിരെ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കാനിടയായ ഒരു കാരണം, ദിലീപിൻ്റെ മൊബൈൽ SIT പിടിച്ചെടുത്ത് ഓർക്കുന്നുണ്ടോ? അതിലുണ്ടായിരുന്ന സംഭാഷണം ഒരു അഭിഭാഷകനുമായി ദിലീപ് സംസാരിക്കുകയാണ്. എന്താണ്? ഈ ജഡ്ജിയുടെ ഭർത്താവ് ഒരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണ്. 2019 അയാൾ ഒരു കസ്റ്റഡി മരണക്കേസിൽ അയാൾ പെട്ടിട്ടുണ്ട്. അയാൾ അതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആണെന്നുള്ളതല്ല. ജിജോ ജോസ് മറ്റുമാണ് ജഡ്ജിയുടെ ഭർത്താവിൻ്റെ പേര്. ഇങ്ങനെയൊരു കേസുണ്ട്. ഇത് വെച്ച് നമുക്കൊരു ലിവറേജ് കിട്ടും, നമുക്ക് ഇതിലൊന്ന് ഇടപെട്ട് കളയാം എന്ന് അഭിഭാഷകൻ ദിലീപിനോട് പറയുന്നൊരു ശബ്ദരേഖയാണ് തെളിവായി ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും അതിജീവിത പറഞ്ഞ് ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറയുന്നു. കോടതി അതിൽ കണ്ട കാര്യം, ജഡ്ജിയുടെ ഭർത്താവിൻ്റെ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ശബ്ദരേഖ ജഡ്ജിയെ മാറ്റാനുള്ള കാരണമല്ല എന്നാണ് പറയുന്നത്. അതായത് കാരണം ജഡ്ജിയെക്കുറിച്ചോ വിധിയെക്കുറിച്ചോ വിചാരണയെക്കുറിച്ചോ ഒന്നും ആ ശബ്ദരേഖയിലില്ല. അങ്ങനെ ഒരു തെളിവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ ജഡ്ജിയെ മാറ്റാതെ ആ ജഡ്ജിയുടെ കീഴിൽ തന്നെ എന്ത് ചെയ്യുന്നത്, വിചാരണ തുടരുകയും ഇപ്പോൾ ഈ വിധി വരാൻ പോവുകയും, വിധി ഇപ്പോഴും വന്നിട്ടില്ല, വിധി വരാൻ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. അതിൻ്റെ കാരണം, ഏതൊക്കെ തലങ്ങളിലാണ് വിചാരണയെ, കേസന്വേഷണത്തെ ഈ 8-ാം പ്രതി സ്വാധീനിക്കാൻ ശ്രമിച്ചതും അട്ടിമറിക്കാൻ ശ്രമിച്ചതും എന്ന് ആളുകളുടെ മെമ്മറിയിൽ നിന്നേ മാഞ്ഞു പോയിരിക്കുകയാണ്.